Hello dear Genius community. ഇന്നത്തെ JEE Main 2023 മിഷൻ 99% ഭാഗമായിട്ടുള്ള ഏകദേശം ഡേ 20ലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും റെഡി ആണല്ലോ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആയിട്ട് ഒത്തിരി ടോപ്പിക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. കുറെ അധികം പ്രോബ്ലംസ് എക്സാക്ട്ലി നിങ്ങൾക്ക് കുറെ ചാപ്റ്റേഴ്സിന്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, ഫിസിക്കൽ വേൾഡും പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കൊച്ചു ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ജെഇക്ക് തൊട്ട് മുന്നത്തെ ജെയിലൊക്കെ ഈ ഡയമെൻഷന്റെ എന്ന ഭാഗത്തു നിന്നും അതേപോലെ തന്നെ എറർ അനാലിസിസും സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എന്തായിട്ടിരിക്കുക, വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു സെഷൻ ആയിരിക്കും. കാരണം ആ ഡയമെൻഷന്റെ പാർട്ടിൽ നിന്നൊക്കെ ഈ ഭാഗങ്ങൾ മാത്രം പഠിച്ചു പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കുറെ അധികം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എനിവേ എല്ലാവരും വാച്ചിങ് ആണ്, എല്ലാവരും റെഡി ആണല്ലോ? ചാറ്റ് ബോക്സിൽ ഒന്ന് റെഡി പറഞ്ഞേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സെറ്റ് ആക്കാം, പെട്ടെന്ന് കാര്യങ്ങൾ തുടങ്ങാനായിട്ട് പറ്റും. ഈ ഫിസിക്കൽ വേൾഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ ഞാൻ ആദ്യം പറയുന്ന ഡയമെൻഷന്റെ ഭാഗത്ത് നിന്നുള്ള കുറച്ചധികം പ്രോബ്ലംസ് ഇതിന്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ടോപ്പ് റേറ്റഡ് JEE ക്വസ്റ്റ്യൻസ് എന്നുള്ള ഭാഗത്തെ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ അതും കൂടെ റെഫർ ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എനിവേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്നുള്ളത് നോക്കാം. അതായത് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയമെൻഷൻ അനാലിസിസിന്റെ പാർട്ടാണ്. ബേസിക്കലി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഡയമെൻഷൻ അനാലിസിസ് മേ ബി അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ചില ബേസ് ക്വാണ്ടിറ്റീസ് തന്നിട്ട് പുതിയൊരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്താ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ 2-3 സാമ്പിൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്ങും വന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളാണ് ഡയമെൻഷൻ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നതോട് കൂടെ മേ ബി ഓരോ ചാപ്റ്റർ കഴിയുന്നതിനനുസരിച്ച് കുറെ അധികം ഇക്വേഷൻസ് വരും. അതിന്റെ ഒക്കെ ഡയമെൻഷൻ ഫോർമുലാസ് ഉണ്ടാകും, ഡയമെൻഷൻസ് ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. ഒരിക്കലും നിങ്ങൾ ഡയമെൻഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പകരം എന്താ ചെയ്യേണ്ട മെത്തേഡ് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. പകരം നിങ്ങൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇക്വേഷൻ എന്തായാലും നമുക്കറിയണം, വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് നമുക്കറിയണം. അതിൽ നിന്ന് ഡയമെൻഷൻ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഡയമെൻഷനിലെ ഭാഗങ്ങളിൽ ചോദിച്ചത്. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് വന്ന ഒരു സംഭവമാണ് പെർസെന്റേജ് എറർ. അതായത് തന്നിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ പെർസെന്റേജ് എറർ കാണാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് R=V/I നമുക്കറിയാം. അതായത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് വോൾട്ടേജും കറണ്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ വരുത്തിയാൽ റെസിസ്റ്റൻസിൽ എന്ത് തെറ്റാണ് ഉണ്ടാകുക, അതായത് പെർസെന്റേജ് എറർ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജും. സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ NCERT പറയുന്ന വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജും പഠിച്ചു പോയിട്ട് കാര്യമില്ല. പകരം ആ സ്ക്രൂ ഗേജിന്റെയും വെർനിയർ കാലിപ്പറിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് ആ ലീസ്റ്റ് കൗണ്ട് വന്നത്, എങ്ങനെയാണ് ആ ടോട്ടൽ റീഡിംഗ് എടുത്തത്, ഈ കാര്യങ്ങളാണ് പറയേണ്ടത്. അത് ഞാൻ ലെക്ചറിൽ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡയമെൻഷൻ അനാലിസിസിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കുറെ അധികം ഇക്വേഷൻസ് ഉണ്ടാകും. നിങ്ങൾ കുറച്ചെണ്ണ ഇപ്പൊ കേട്ടിട്ടുണ്ടാകുള്ളൂ. അപ്പൊ നിങ്ങൾ അതിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഏതൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡയമെൻഷൻ കണ്ടെത്തേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ F= മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് F എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് ദി M ഇൻറ്റു ഡയമെൻഷൻ ഓഫ് A. ഡയമെൻഷൻ ഓഫ് M എന്താ? നമ്മൾ ആകെ ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ട് എടുക്കുക, മാസ്, ലെങ്ത്, ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസിന്റെ ഡയമെൻഷൻ M ആണ്. ബാക്കി A എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. പക്ഷെ എയുടെ ആക്സിലറേഷൻ ഡയമെൻഷൻ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഞാൻ ബേസിക് കൺസെപ്റ്റ് പറയാണ്, ആക്സിലറേഷൻ = വെലോസിറ്റി ബൈ ടൈം. ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അതായത് LT⁻⁻1 ആണ്. അപ്പൊ ആക്സിലറേഷൻ എന്തായിരിക്കും? LT⁻⁻1 ഡിവൈഡഡ് ബൈ T, LT⁻2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ MLT⁻2. ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് MLT⁻2 എന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിന് പകരം ഏതൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഫിസിക്കൽ വേൾഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്.
കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ DPP ചില ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോ ഡയമെൻഷൻ ആണ് പിന്നെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ബേസിക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഡയമെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അറിയണം. ഇത് ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പൊ ഇതേപോലെ ഏത് ഇക്വേഷൻ കിട്ടിയാലും ഇപ്പൊ മേ ബി ഫോർ എക്സാമ്പിൾ ഇതേ സംഭവത്തിൽ തന്നെ നമ്മൾ ചെയ്യാണ്. ഇതിന് നിങ്ങളോട് ഡയമെൻഷൻ ഓഫ് ദി ആക്സിലറേഷൻ ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംതിങ് ലൈക്ക് A=BC എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് സി? ഡയമെൻഷൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇക്വേഷൻ കാണുക, A/B ആണ്. അപ്പൊ ഡയമെൻഷൻ ഓഫ് A ഇതാ, ദെൻ ഡയമെൻഷൻ ഓഫ് B ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടോ? ആ രൂപത്തിലാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരേ ക്വാണ്ടിറ്റിയുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ സെയിം ഡയമെൻഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീനെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ A+B എന്ന് ചെയ്യുന്നുണ്ട്, മേ ബി യു ഹാവ് സം ക്വാണ്ടിറ്റി C is equal to A+B എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡയമെൻഷൻ ഓഫ് A equal to ഡയമെൻഷൻ ഓഫ് B ആണ്. മേ ബി A-B ഉണ്ട്, ഡയമെൻഷൻ ഓഫ് A equal to ഡയമെൻഷൻ ഓഫ് B ആണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇത് ഓർത്തിരിക്കുക, കാരണം ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. രണ്ട് ടൈപ്പാണ് ഞാൻ അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഒന്ന് ഈ കാര്യമാണ്. രണ്ടാമത് സൈന്, അതേപോലെ തന്നെ കോസ്, ദെൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്, ലോഗ്, ഈ വക സാധനങ്ങളുടെ ഉള്ളിൽ വരുന്ന സാധനത്തിനൊന്നും ഡയമെൻഷൻ ഉണ്ടാവില്ല, ഡയമെൻഷൻലെസ് ആയിരിക്കും. വിച്ച് മീൻസ് സൈൻ തീറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നിൽക്ക് തന്നു. ഫോർ എക്സാമ്പിൾ നിൽക്ക് തന്നു സൈൻ ഓഫ് AB/C നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ AB/C ഡയമെൻഷൻ എന്തായിരിക്കും? അത് ഉണ്ടാവില്ല, ഡയമെൻഷൻലെസ് ആണ്. വിച്ച് മീൻസ് m⁻0 l⁻0 t⁻0 ദാറ്റ്സ് ഈക്വൽ ടു 1 കിട്ടും. അതായത് സൈൻ AB/C എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും ഡയമെൻഷൻ ഓഫ് A ഇൻറ്റു ഡയമെൻഷൻ ഓഫ് B ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് C ഈക്വൽ ടു 1. അതേപോലെ തന്നെ എക്സ്പോണൻഷ്യലിന്റെ മുകളിൽ വരികയാണെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷന്റെ ഉള്ളിലാണെങ്കിൽ ലോഗ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞു, ആ സംതിങ്ങിന്റെ ഡയമെൻഷൻ എന്താ? ഇല്ല, ഡയമെൻഷൻലെസ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോ അതേപോലെ ഓർത്തിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്ന തിയറി നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന JEE ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു റീസണബിൾ സ്കോർ വാങ്ങാനായിട്ട് പറ്റും. കാരണം 2022 ചോദ്യം ഇതാണ്. ഇതൊരു ടൈപ്പാണ്. ഈ ടൈപ്പിലേക്ക് പെട്ടെന്ന് ചെയ്തു നോക്കിക്കേ. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ലൈവിൽ ഈ ടൈപ്പ് ചോദ്യം എങ്ങനെ ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. ഈ ടൈപ്പ് നോക്കിയിട്ട് അടുത്തതിൽ നമുക്ക് ഇതേ സംഭവം തന്നെ ചെയ്യാം. If momentum P and area A and time T are taken as the fundamental quantities, then the dimension formula of the coefficient of viscosity is. Coefficient of viscosity യുടെ ഡയമെൻഷൻ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ എമ്മും എല്ലും ടിയും ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ ഇവിടെ അതിന് പകരം മൊമെന്റവും ഏരിയയും ടൈമും ആണ് ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് ഡിഫറൻസ് ആയിരിക്കേണ്ടത്? അത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ആദ്യം എനിക്ക് എന്ത് ചെയ്യണം? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ അറിയണം. അത് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ചെയ്ത് നോക്കാം. F is equal to നിങ്ങൾ പഠിച്ചിട്ടില്ലേ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ? F is equal to eta into A into dV divided by dx ആ. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഈറ്റ എന്തായിരിക്കും? ഈറ്റ ഈക്വൽ ടു F dx divided by A dV എന്ന് വരും. So what will be the dimension? അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ദി ഈറ്റ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് F. F എന്താ? m⁻⁻2 ആണ്. ഡയമെൻഷൻ ഓഫ് dx എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് L വരും. ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് A. ഡയമെൻഷൻ ഓഫ് A എന്താ? ഏരിയ ആണ്. സോ L² വരും. വാട്ട് ഈസ് ഡയമെൻഷൻ ഓഫ് dV? dV എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. സോ L⁻⁻1 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെ ക്യാൻസൽ ചെയ്യും? L² ക്യാൻസൽ ചെയ്യും. t⁻⁻1 -1 ക്യാൻസൽ ചെയ്യും. ബാക്കി ഇവിടെ ആരാ ഉണ്ടാകുക? L⁻⁻1 t⁻⁻1 എന്നുണ്ടാകും. ഇതാണ് എന്റെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ. അതായത് വളരെ ബേസ് ക്വാണ്ടിറ്റി ആയിട്ട് എമ്മും എല്ലും ടിയും എടുത്താല്, മാസും ലെങ്ത്തും ടൈമും എടുത്താല്. ഇനി ഇവിടെ മാസും ലെങ്ത്തും ടൈമും അല്ല, പകരം ആരൊക്കെയാണുള്ളത്? മാസും ലെങ്ത്തും ടൈമിന് പകരം നമ്മൾ എടുക്കുന്നത് മൊമെന്റവും ഏരിയയും ടൈമും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും യുവർ ഡയമെൻഷൻ ഓഫ് ദ ഈറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു സംതിങ് k ഇൻറ്റു പ്രൊപ്പോർഷണൽ ആണ്, ഞാൻ മാറ്റി ഈക്വൽ ടു ആക്കി,
മൊമെന്റം ഉണ്ട്, അറിയില്ല എത്ര പവർ എന്ന്, പി റേസ് ടു എ ഇതേപോലെ ഇതാ. അടുത്തത് എന്താണ്? ഏരിയയാണ്. സോ എ റേസ് ടു ബി. അടുത്തത് എന്താണ്? അടുത്തത് എന്റെ ടൈം ആണ്. സോ ടി റേസ് ടു സി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ എയുടെയും ബിയുടെയും സിയുടെയും കോഎഫിഷ്യന്റ് നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മൊമെന്റം. മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ടൈംസ് വെലോസിറ്റി ആണ്, എം വി ആണ്. സോ എം ഇൻറ്റു എൽ ടി റേസ് ടു മൈനസ് 1 റേസ് ടു എ. വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഏരിയ? എൽ സ്ക്വയർ ആണ്, എൽ സ്ക്വയർ റേസ് ടു ബി. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ടൈം? ടി ആണ് കേട്ടോ. സോ ടി റേസ് ടു സി. ദിസ് ഈസ് ഈക്വൽ ടു ഈറ്റ. ഈറ്റയുടെ എന്താ കിട്ടിയത്? എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 1, റൈറ്റ്? ഇതാണല്ലോ കിട്ടിയിട്ടുള്ളത്. നൗ ദിസ് ഈസ് ഈക്വൽ ടു എം റേസ് ടു എ, എൽ റേസ് ടു, ഇവിടെ എ ഉണ്ട്, അവിടെ 2b ഉണ്ട്. സോ എൽ റേസ് ടു എ പ്ലസ് 2b എന്ന് കിട്ടും. ദെൻ ടി റേസ് ടു മൈനസ് എ പ്ലസ് സി എന്ന് കിട്ടും. വിച്ച് മീൻസ് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയാൽ എനിക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടെത്താനായിട്ട് പറ്റും. വിച്ച് മീൻസ് മൈ എ ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? എമ്മിന്റെ പവർ ആണ്. സോ എ ഈക്വൽ ടു 1 ആണ് കിട്ടിയല്ലോ. എ ഈക്വൽ ടു 1 ആണ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ പ്ലസ് 2b എന്താണ്? എ പ്ലസ് 2b ഈക്വൽ ടു എല്ലിന്റെ പവർ ആണ്, മൈനസ് 1 ആണ്. 2b ഈക്വൽ ടു മൈനസ് 1 മൈനസ് എ. എ എത്രയാണ്? എ ഓൾറെഡി 1 ആണ്. സോ മൈനസ് 1 വരും, മൈനസ് 2 വരും. വിച്ച് മീൻസ് മൈ ബി ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? മൈനസ് 1 ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എന്റെ സി കാണാൻ പോവുകയാണ്. വാട്ട് അബൌട്ട് മൈ സി? മൈനസ് എ പ്ലസ് സി ഈക്വൽ ടു മൈനസ് എ പ്ലസ് സി ഈക്വൽ ടു മൈനസ് 1 എന്ന് വരും. ദെൻ സി ഈക്വൽ ടു മൈനസ് 1 പ്ലസ് എ, ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. സോ മൈ സി ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. സി ഈക്വൽ ടു 0, അതായത് എന്റെ ടൈം 0 ആയിരിക്കണം. Then my a raised to b, which means a raised to minus 1 and p raised to 1. Option A is the correct answer. Simple ആയിട്ട് എത്തിയത് കണ്ടോ? ഷാഹിൻ എത്തിയിട്ടുണ്ട്, മനു എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈസി ആയിട്ട് കിട്ടിയില്ലേ? അപ്പൊ ഇതേപോലത്തെ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അതേപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ 2020 ചോദിച്ചിട്ടുണ്ട്, 2021 ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ DPP ഇട്ടിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സ്പീഡ് v and area a and force r choose as the fundamental units, then the dimension of the Young's modulus will be. പെട്ടെന്ന് ചെയ്തോ, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? യങ്സ് മോഡുലസിന്റെ ഡയമെൻഷൻ കണ്ടെത്തുക, പിന്നെ ഇതേപോലെ ഇക്വേറ്റ് ചെയ്യുക. എന്തായിരുന്നു യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ? എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. സോ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്താ? ദാറ്റ്സ് ഈക്വൽ ടു 1. കാരണം ഡെൽറ്റ എൽ എന്താണോ ലെങ്ത്തിന്റെ ഡയമെൻഷൻ അത് തന്നെയാണ്. സോ എൽ ബൈ എൽ ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എയുടെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ എന്നുണ്ടാക്കും. വിച്ച് മീൻസ് എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 ആയിരിക്കും ഡയമെൻഷൻ ഫോർമുല ഓഫ് ദി യങ്സ് മോഡുലസ്. ക്ലിയർ ആയിട്ടുണ്ടോ? യങ്സ് മോഡുലസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഞാൻ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. ഡയമെൻഷൻ ഫോർമുല ഓഫ് ദി യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു കെ ടൈംസ് ഡയമെൻഷൻ ഓഫ് ദി ആരൊക്കെയാണ്? വി എ എഫ് ആണ്. This is the velocity raised to A and area raised to B and F raised to C, force raised to C. ഇങ്ങനെ ഞാൻ എഴുതിയില്ല, കുഴപ്പമില്ലല്ലോ. Now this is equal to K times what is the velocity dimension? Velocity dimension എന്താ? LT raised to minus 1 all raised to A, then L square raised to B, and what is the dimension of force? MLT raised to minus 2 all raised to C, which is equal to K times. ആദ്യം M നോക്കുക. M നോക്കിക്കഴിഞ്ഞാൽ I will be getting M raised to C, L raised to A ഇവിടെ ഉണ്ട്, then plus 2B രണ്ടാമത്തതിലുണ്ട്, ഇവിടുത്തെ 2B ഉണ്ട്. മൂന്നാമതായിട്ട് എന്തുണ്ട്? L raised to C ഉണ്ട്. സോ plus C എന്നുണ്ട്. Then what about my T? T raised to ആദ്യത്തെ ടേമിൽ മൈനസ് എ ഉണ്ട്, രണ്ടാമത്തെ ടേമിൽ ഇല്ല, മൂന്നാമത്തെ ടേമിൽ എന്തുണ്ട്? minus 2c ഉണ്ട്. This is equal to the dimension of the Young's modulus, that's equal to m L raised to minus 1 T raised to minus 2. അങ്ങനെയാണെങ്കിൽ m ന്റെ പവർ കൂട്ടാണെന്നുണ്ടെങ്കിൽ ഇക്വേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? The value of the c will be equal to 1. c എനിക്ക് 1 ആണ് കിട്ടി, നോ പ്രോബ്ലം. ഇനി c 1 ആണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ മൈനസ് എ മൈനസ് 2c വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2 ആണ്. അതായത് ഏറ്റവും t യുടെ പവർ നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈ മൈനസ് എ ഈക്വൽ ടു മൈനസ് 2
പ്ലസ് 2c ആണ് വിച്ച് ഈസ് ഈക്വൽ ടു a ഈക്വൽ ടു 0 എന്ന് കിട്ടും റൈറ്റ്. a ഈക്വൽ ടു 0 എന്ന് കിട്ടി. -2 പ്ലസ് 2c ആണ്. c ഈക്വൽ ടു 1 ആണ്. സോ -2 പ്ലസ് 2 ഉണ്ടാകും. ദാറ്റ്സ് ഈക്വൽ ടു 0. സോ a ഈക്വൽ ടു 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ a പ്ലസ് 2b പ്ലസ് c വിച്ച് ഈസ് ഈക്വൽ ടു -1 ആയിരുന്നു. a 0 ആണ്. b എനിക്ക് കാണണം. ദെൻ 2b ഈക്വൽ ടു -1 മൈനസ് c ദാറ്റ്സ് ഈക്വൽ ടു -1 -1 എന്ന് കിട്ടും. So my b equal to -2 divided by 2 that's equal to -1. b equal to -1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏത് ഇക്വേഷൻ ആണ് ഉള്ളത് നോക്കിക്കേ. എന്റെ v യുടെ പവർ 0 വരണം. v യുടെ പവർ 0 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. പെട്ടെന്ന് തന്നെ കിട്ടും. a യുടെ പവർ എന്താ? a യുടെ പവർ b ആയിരുന്നു. b യുടെ കിട്ടിയിട്ടുള്ളത് -1 ആ. So a raised to -1 and what about the f? f is equal to c ആണ്. c equal to 1 കിട്ടി. So f raised to f into a raised to -1 b raised to 0. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? മനു ഷാഹിനൊക്കെ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ആണ് ഇത്. ഈസി ആയിട്ട് ചെയ്യേണ്ട ഒരു ടൈപ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള ടൈപ്പ്. ഇതൊരിക്കലും നിങ്ങൾ വിടരുത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് പല തവണകളായിട്ട് റിപ്പീറ്റ് ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് അതിന്റെ എക്സ്ട്രാ നോക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ നോക്കുക, പ്രോബ്ലം നോക്കിയിട്ട് അതിന് മനസ്സിലാക്കിയെടുക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസ്. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ്. സൈനിന്റെയും കോസിന്റെയും എക്സ്പോണൻഷ്യലിന്റെയും ലോഗരിതമിക് ഫംഗ്ഷന്റെ ഒന്നും ഉള്ളിൽ ഡയമെൻഷൻ ഇല്ല എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടെത്താൻ പറ്റുമോ നോക്കിക്കേ. ആൻ എക്സ്പ്രഷൻ ഓഫ് ദി എനർജി ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ u is equal to alpha by beta sin of alpha x by kt where alpha beta are constant and x is the displacement, k is the Boltzmann's constant and T is the temperature and the dimension of the beta is. ബീറ്റയുടെ ഡയമെൻഷൻ ആണ് നിങ്ങളോട് ചോദിച്ചത്. എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ ബീറ്റയുടെ ഡയമെൻഷൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സൈൻ ഓഫ് ദിസ് ക്വാണ്ടിറ്റിയാ, അതിന് ഡയമെൻഷൻ ഉണ്ടാവൂല. അങ്ങനെയാണെങ്കിൽ എന്റെ ഡയമെൻഷൻ ഓഫ് ദി ബീറ്റ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് ദി ബീറ്റ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദി ആൽഫ ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ദി യു ചെയ്താൽ പോരെ. യു എന്താ? എനർജി ഡെൻസിറ്റിയാ. അതെനിക്ക് ഇവിടുന്ന് കണ്ടെത്താനായിട്ട് പറ്റും. വാട്ട് ഈസ് മൈ എനർജി ഡെൻസിറ്റി? ഡയമെൻഷൻ ഓഫ് ദി യു ഈക്വൽ ടു എനർജി ഡെൻസിറ്റി. എനർജിയുടെ ഡയമെൻഷൻ എന്താ? m L T raised to -2 the force I into displacement. So ml square T raised to -2 divided by density എന്ന് പറയുന്ന സമയത്ത് divided by volume which means L cube എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോയാൽ m L raised to -1 T raised to -2 ആണ് എന്ത്? എന്റെ യുടെ ഡയമെൻഷൻ ആയിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ? യുടെ ഡയമെൻഷൻ m L raised to -1 and T raised to -2 ആണ്. ഇനി എനിക്ക് എന്ത് കിട്ടണം? എനിക്ക് ആൽഫയുടെ ഡയമെൻഷൻ കിട്ടണം. ആൽഫയുടെ ഡയമെൻഷൻ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ സംഭവം കൺസിഡർ ചെയ്താൽ മതി. ബിക്കോസ് ആൽഫ എക്സ് ഡിവൈഡഡ് ബൈ കെ ടി, ഇതിന്റെ മൊത്തത്തിലെ ഡയമെൻഷൻ എന്താ? ദിസ് ഈസ് ഡയമെൻഷൻ ദാറ്റ്സ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ മൈ ഡയമെൻഷൻ ഓഫ് ദി ആൽഫ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദി കെ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ദി ടി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ദി എക്സ് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദി ബോൾസ്മാൻസ് കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് ഇക്വേഷൻ നോക്കുക. ആ ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് ബോൾസ്മാൻസ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ കണ്ടെത്തി എഴുതാനായിട്ട് പറ്റും. ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ വരിക m L സ്ക്വയർ T raised to -2 K raised to -1 എന്നാണ്. ഇൻറ്റു ടി, K എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. സോ ഇൻറ്റു ടി എന്ന് പറയുന്ന സമയത്ത് വീണ്ടും ടി വരും, ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു m L T raised to -2. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദി ആൽഫ. ആൽഫയുടെ ഡയമെൻഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദി ബീറ്റ? ബീറ്റ അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഡയമെൻഷൻ ഓഫ് ദി ബീറ്റ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദി ആൽഫ ഡിവൈഡ് ബൈ യു ആണ്. ഡയമെൻഷൻ ഓഫ് ദി ആൽഫ ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ദി യു വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ആൽഫ? ml T raised to -2 ml T raised to -2 ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് യു എത്ര കിട്ടിയത്? m L raised to -1 T raised to -2 എന്ന് കിട്ടി. അപ്പൊ ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി? ഇത് m പോയി, t പോയി, ബാക്കി L ഡിവൈഡ് ബൈ L raised to -1 L സ്ക്വയർ എന്ന് കിട്ടും. ബാക്കി ഒന്നും ഉണ്ടാവില്ല. നോക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. സോ L സ്ക്വയർ മാത്രം, ബാക്കി ഏതുമില്ല. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ഇല്ലേ? എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ആൻസർ ഡിയിലേക്ക് എത്തിയിട്ടുണ്ടോ?
Now the next question. ഇതേപോലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് നേരത്തെ പറഞ്ഞത് സൈൻ ഫംഗ്ഷൻ ആയിരുന്നു, ഇപ്പൊ ഏതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. അതേപോലത്തെ ചോദ്യമാണ്, ഈസി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2022 തന്നെ വേറെ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതേപോലെ 21 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മിസ്സാക്കരുത്, പെട്ടെന്ന് ശ്രദ്ധിച്ചേ. An expression for a dimensionless quantity p, അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടി p യുടെ ഡയമെൻഷൻ ഇല്ല, which means 1 ആണ്, is given by alpha by beta into log kt by beta x, where alpha and beta are the constant, x is the distance and k is the Boltzmann's constant and t is the temperature. Dimension of the alpha will be, ആൽഫയുടെ ഡയമെൻഷൻ ഇവിടെ പെട്ടെന്ന് പറയാൻ പറ്റും. ഈ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് ദി ആൽഫ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബീറ്റ അല്ലേ? കാരണം ഡയമെൻഷൻ ഓഫ് ദി പി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദി ആൽഫ ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ബീറ്റ ആണ്. പക്ഷെ പിക്ക് ഡയമെൻഷൻ ഇല്ല, ഡയമെൻഷൻലെസ് ആണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ദി ആൽഫ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബീറ്റ. ഇനി ബീറ്റയുടെ ഡയമെൻഷൻ കാണണം, അതല്ലേ ചോദ്യം. സോ ആൽഫയുടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബീറ്റയുടെ കാണണം. അതിന് എന്ത് ചെയ്താൽ മതി? നേരത്തെ സെയിം റൂൾ വെച്ചാൽ മതി. ബിക്കോസ് kt dimension of k into dimension of the t divided by dimension of the beta into dimension of the x, which is equal to 1 ആണ്. dimension of beta നമുക്ക് കാണണം. so by dimension of the beta is equal to dimension of k into dimension of temperature divided by dimension of x ആണ്, which is equal to ml square t raised to minus 2 into k ഡിവൈഡ് ബൈ കെ എന്ന് വരും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതാം കെ റേസ് ടു -1, പിന്നെ അടുത്ത ടെമ്പറേച്ചറിന്റെ കെയും വരും, ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ദി എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു എൽ ആണ്. കെ റേസ് ടു -1 കെയും പോയി, ബാക്കി ഉണ്ടാകുക ml t raised to -2. ml t raised to -2 ആണ് ഡയമെൻഷൻ ഓഫ് ബീറ്റ. അത് തന്നെയാണ് വരിക, ml t raised to -2. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? അടിപൊളിയായിട്ട് കിട്ടിയില്ലേ? ക്ലിയർ ആയിട്ടുണ്ടോ? ml t raised to -2 ക്ലിയർ അല്ലേ? ഈസി അല്ലേ പ്രോബ്ലംസ്? എനിവേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത നെക്സ്റ്റ് പാർട്ട് അല്ല, ഇതേ സംഭവം തന്നെ, ഡയമെൻഷൻ എന്നുള്ള അടുത്ത ചോദ്യം പെട്ടെന്ന് ചെയ്ത് നോക്കിക്കേ. വാൻ ഡെർ വാൾ ഇക്വേഷൻ p plus a by v square into v minus b is equal to RT, where p is the pressure and v is the volume, R is the universal gas constant and T is the temperature. Ratio of the constant a by b dimensionally equal to. ഈസി ആണ്, നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഷാഹിൻ അടിപൊളിയായിട്ട് കയറി ആൻസർ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ സി എന്നുള്ളത്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? ഈസി ക്വസ്റ്റ്യൻ ആണ്, കാരണം ഡയമെൻഷൻ ഓഫ് ദി എ ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ബി ആ ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എ? എയുടെ ഡയമെൻഷൻ എന്തായിരിക്കും നോക്കുക. ഇവിടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡയമെൻഷൻ ഓഫ് ദി എ ബൈ വി സ്ക്വയറും ഡയമെൻഷൻ ഓഫ് പിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ദി എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ദി പി ഇൻറ്റു വി സ്ക്വയർ ആയിരിക്കും. കാരണം ഡയമെൻഷൻ ഓഫ് ദി പി ആണ് എ ബൈ വി സ്ക്വയറിന്റെ ഡയമെൻഷന്. സോ എ ബൈ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് പി. അതിനായി ഡയമെൻഷൻ ഓഫ് എ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു വി സ്ക്വയർ, ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ അല്ലെങ്കിൽ പി വി സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഇത് പി, ഇതെന്ത് വരും? ദിസ് വിൽ ബി പി വി സ്ക്വയർ എന്ന് വരും, ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ബി. ഈസി ആയിട്ട് കിട്ടും, കാരണം ഇത് സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ വിയുടെ ഡയമെൻഷൻ എന്താണോ അതേ ഡയമെൻഷൻ തന്നെ ബിക്കും പറ്റുള്ളൂ, കാരണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കുക, വാട്ട് വിൽ ബി ദ ഡയമെൻഷൻ ഓഫ് ബി. ബിയുടെ ഡയമെൻഷൻ എന്താണ്? വിയുടെ ഡയമെൻഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു വി എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? പി ഇൻറ്റു വി എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി പി വി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോണ്ട് ഓക്കെ, ഞാൻ കുറച്ചുകൂടെ വലുതാക്കി എഴുതാനായിട്ട് ശ്രമിക്കാം. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കിക്കേ. സോ SI യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് പാസ്കൽ സെക്കൻഡ്. പാസ്കൽ ഇൻറ്റു എസ് എന്നാ, പി എസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി വിൽ ബി. അതായത് ഞാൻ പറഞ്ഞു പാസ്കൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പാസ്കൽ ഏതിന്റെ യൂണിറ്റ് ആണ്? പാസ്കൽ സെക്കൻഡ് എന്ന് ഇംപ്ലൈ ആണെങ്കിൽ പാസ്കൽ ഈസ് ദ യൂണിറ്റ് ഓഫ് ദി പ്രഷർ. സോ ഡയമെൻഷൻ ഓഫ് ദി
ഡയമെൻഷൻ ഓഫ് ദി പ്രഷർ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ദി സെക്കൻഡ് ടൈമിൻ്റെതാണ്. സോ ഞാൻ അത് ടി എഴുതാണ്. Now this is equal to what is the dimension of pressure? പ്രഷറിന്റെ ഇക്വേഷൻ എന്താ നോക്കുക, F by A ആണ്. So which is equal to ml t raised to minus 2 divided by L square, which is equal to ml raised to minus 1 t raised to minus 2 എന്ന് കിട്ടും. So ml raised to minus 1 t raised to minus 2 into അവിടെ ഒരു t ഉണ്ട്. So ml raised to minus 1 t raised to minus 1 എന്ന് കിട്ടും. So ഓപ്ഷൻ ഏതാ കിട്ടുക? ഓപ്ഷൻ A is the correct answer. യെസ്, ഷാഹിന് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? മനുവിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഈസി ആണല്ലോ അപ്പൊ ചോദ്യങ്ങള്? അപ്പൊ ഇതേപോലത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഡയമെൻഷന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും സ്കോർ ചെയ്യണം, കാരണം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തോട്ട് കിടക്കാണ്, വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജും. ഈസി ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ വെരി ഈസിയാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? പക്ഷെ ക്വസ്റ്റ്യൻസ് പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ നിങ്ങൾ വേണ്ട രൂപത്തിൽ ക്ലിയർ ആക്കിയാൽ ഈസിയാണ്. സോ എനിവേ വെർനിയർ കാലിപ്പർ. സോ വെർനിയർ കാലിപ്പർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പക്ഷെ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. സോ ഇവിടെ ഞാനൊരു വെർനിയർ കാലിപ്പറിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി വെർനിയർ കാലിപ്പറിന്റെ ചിലപ്പോൾ നമ്മൾ വെർനിയർ കാലിപ്പർ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളതിന്റെ ലീസ്റ്റ് കൗണ്ട് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. പക്ഷേ മിക്ക JEE ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുള്ളത് അത് ഡയറക്റ്റ് ആയിട്ട് തരാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് കണ്ടെത്താനായിട്ട് പറയും. അപ്പൊ നമുക്ക് അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഞാൻ ഇത് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. വെർനിയർ കാലിപ്പറിൽ ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനിയിപ്പോ വെർനിയർ കാലിപ്പർ ആണെങ്കിലും സ്ക്രൂ ഗേജ് ആണെങ്കിലും ഒരു മെയിൻ സ്കെയിൽ ഉണ്ടാകും. പിന്നെ രണ്ടാമതായിട്ട് എന്താണോ വെർനിയർ ആണെന്ന് വെർനിയർ സ്കെയിൽ, മറ്റേതാണെങ്കിൽ സർക്കുലർ സ്കെയിൽ, അങ്ങനെ ഒരു സാധനം ഉണ്ടാകും. സോ എനിവേ മൈ ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ ഇൻറ്റു LC. LC എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ചെറിയ മെഷർമെന്റ് നിങ്ങൾ സാധാരണ സ്കെയിലിൽ എത്ര നിങ്ങൾക്ക് അളക്കാനായിട്ട് പറ്റുക? 1 മില്ലിമീറ്ററാ അല്ലെ? കാരണം നിങ്ങളുടെ സ്കെയിലുള്ള ഡോട്ട് 1 മില്ലിമീറ്ററിന്റെ ഗ്യാപ്പിലാണുള്ളത്. അതായത് അതിന്റെ നടുവിലുള്ള 0.5 മില്ലിമീറ്റർ നമുക്ക് അളക്കാൻ പറ്റൂല, നമ്മൾ ചിലപ്പോൾ അസ്യൂം ചെയ്യും നടുവിലാണെങ്കിൽ. അപ്പൊ അതേപോലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഡിവൈസിന്റെതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വെർനിയർ സ്കെയിലിന്റെ, ഒരു വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്തിരിക്കണം. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി എങ്ങനെ മെയിൻ സ്കെയിൽ ഡിവിഷൻ കണ്ടെത്താനായിട്ട് പറ്റും? സാധാരണ നമുക്ക് തരും, അതായത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മേ ബി ചിലപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ, സാധാരണ സ്കെയിലിൽ നമുക്കറിയാം നോർമൽ സ്കെയിലിൽ 1 മില്ലിമീറ്റർ ആണ് ഒരു ഡിവിഷൻ. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളോട് തന്നു, നിങ്ങളെ മെയിൻ സ്കെയിലിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള വെർനിയർ കാലിപ്പറിന്റെ മെയിൻ സ്കെയിലിൽ 10 ഡിവിഷൻ ഈസ് കറസ്പോണ്ടിങ് ടു, ഫോർ എക്സാമ്പിൾ പറയാണ്, 10 ഡിവിഷൻ ഈസ് കറസ്പോണ്ടിങ് ടു 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ 1 ഡിവിഷൻ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 10 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? അപ്പൊ അതാണ് അതിന്റെ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ? അതേപോലെ എവിടെയും വരും, വെർനിയർ സ്കെയിലിനും വരും. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ട് അതിലേക്ക് എത്താം, എങ്ങനെ കാണാം എന്നുള്ളത്. ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. ഈ ചോദ്യം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. ഇനി നോക്കാം. എ ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് ഹാസ് എ 20 ഡിവിഷൻ പെർ സെന്റിമീറ്റർ. അതായത് അതിനർത്ഥം 1 സെന്റിമീറ്ററിനെ ഞാൻ എത്ര കഷ്ണങ്ങളാക്കി മുറിച്ചു എന്നാ? 20 കഷ്ണങ്ങളാക്കി മുറിച്ചു എന്നാ. അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടെ അതിന് എഴുതാൻ പറ്റും, മൈ 20 ഡിവിഷൻ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഇങ്ങനെ എഴുതാലോ, കാരണം പെർ സെന്റിമീറ്ററിനെ 20 കഷ്ണങ്ങളാക്കി. അങ്ങനെയാണെങ്കിൽ ആ 20 കഷ്ണങ്ങൾ ഇസ് ഈക്വൽ ടു എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ്. റൈറ്റ്. ദ മെയിൻ സ്കെയിൽ വൈ ഇറ്റ്സ് വെർനിയർ സ്കെയിൽ ഹാസ് ടോട്ടൽ 50 ഡിവിഷൻസ്. മൊത്തം വെർനിയർ സ്കെയിലിന് 50 ഡിവിഷൻസ് ഉണ്ട്. ആൻഡ് 25 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആർ ഈക്വൽ ടു 24 മെയിൻ സ്കെയിൽ ഡിവിഷൻ. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്? സോ ലീസ്റ്റ് കൗണ്ട് കാണാനാണ് പറഞ്ഞത്. സോ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ലീസ്റ്റ് കൗണ്ട് ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞു, 1 MSD മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 VSD. ഇതാണല്ലോ ചെയ്യേണ്ടത്. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡ് ബൈ 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്താ? അത് ഇവിടെ തന്നിട്ടുണ്ട്. 20 ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് 1 സെന്റിമീറ്റർ.
അതായത് എന്റെ മെയിൻ സ്കെയിലുള്ള 20 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ 1 MSD എത്രയായിരിക്കും? 1 MSD is equal to 1/20 സെന്റിമീറ്റർ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ രണ്ട് ഭാഗത്തും 10നെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിസ് വിൽ ബി 1/2 ആണ്. 0.5 ഡിവൈഡഡ് ബൈ 10 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്ര കിട്ടും? 0.05 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? 0.05 സെന്റിമീറ്റർ. ഇതാണ് എന്ത്? എന്റെ 1 MSD. ക്ലിയർ ആയിട്ടുണ്ടോ? 1 MSD അപ്പൊ കിട്ടി. എത്രയാണ്? 0.05. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, 0.05 സെന്റിമീറ്റർ. ഇനി നോക്കാം, ഇനി എന്റെ VSD എത്രയാണെന്നുള്ളത് എനിക്ക് കാണണല്ലോ. സോ VSD ഞാൻ കാണാനായിട്ട് പോവാണ്. VSD പറഞ്ഞു കൊടുത്ത് എന്താ കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞത് നോക്കാം. ഇനി VSD കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗം വായിച്ചു നോക്കാം. അതായത് വെർനിയർ സ്കെയിലിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 50 ഡിവിഷൻസ് ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? വെർനിയർ സ്കെയിലിൽ മൊത്തം ഉള്ളത് 50 ഡിവിഷൻ ആണ്. ഇനി അടുത്തത് നോക്കാം. ആൻഡ് 25 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആർ ഈക്വൽ ടു 24 മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. അതായത് ഞാൻ ജസ്റ്റ് ആ പറഞ്ഞ ടേം ഇവിടെ അങ്ങ് എഴുതി വെക്കാണ്. 25 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? which is equal to 24 main scale divisions. 24 main scale divisions MSD. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു VSD എത്ര ആയിരിക്കും? 1 VSD is equal to 24 divided by 25 into MSD ആയിരിക്കൂലേ? ഇതാണല്ലോ ഒരു VSD എന്ന് പറയുന്നത്, അതായത് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? ദിസ് ഈസ് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ദിസ് ഈസ് ദ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഒരു VSD എന്ന് പറയുന്നത് 1 VSD is equal to 24 divided by 25 MSD. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് VSD കിട്ടി, ഇനി MSDയും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? VSDയുടെ ടേമിലേക്ക് ഞാൻ മാറ്റി ചെയ്താണ്. മൈ ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 MSD മൈനസ്, ഇവിടെ എന്താ ഉണ്ടാവുക? മൈനസ് VSDനെ മാറ്റി എഴുതി 24 ഡിവൈഡഡ് ബൈ 25 MSD എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു 25 മൈനസ് 24, ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു MSD എന്നുണ്ടാകും. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എത്ര വരിക? ഒരു MSD എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു MSD എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഉണ്ട് 0.05 സെന്റിമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0.05 ഡിവൈഡഡ് ബൈ 25 സെന്റിമീറ്റർ എന്നുള്ളതാണ് എനിക്ക് കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടുക? 0.05 ഉണ്ട് ഡിവൈഡഡ് ബൈ 25 എന്നുണ്ട്. 0.002 എന്നുള്ളൊരു ആൻസർ ഉണ്ടാകും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.002 സെന്റിമീറ്റർ ആണ്. അതിനെ ഞാൻ ഓപ്ഷനിൽ നോക്കുക, 0.002 സെന്റിമീറ്റർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ടോ? ഈസി ആയി കിട്ടിയില്ലേ? ഷാഹിന് കിട്ടിയിട്ടുണ്ട് സി. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ സെറ്റായിട്ട് മനസ്സിലാക്കുക. ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ മനസ്സിലാക്കി പോയാലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളെ കാരണം നമ്മൾ പഠിച്ചതിൽ ഇങ്ങനെയുള്ള കണക്ഷൻസ് ഈ ഭാഗം ഭയങ്കര കുറവായിരിക്കും. അതായത് ഈ ഭാഗങ്ങൾ 25 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇസ് ഈക്വൽ ടു 24 മെയിൻ സ്കെയിൽ ഡിവിഷൻ, അങ്ങനത്തെ കണക്ഷൻ ഉള്ള ചോദ്യങ്ങളാണുള്ളത്. ഓക്കെ, കുറെ പേർക്ക് സി കിട്ടിയിട്ടുണ്ട്. റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വലുതാണ്, പക്ഷെ പേടിക്കണ്ട, കാര്യങ്ങൾ ഈസിയാണ് ചെയ്യാനായിട്ട്. ശരിക്കും നോക്കാം. ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് നോക്കിക്കേ. 1 ഡിവിഷൻ ഓഫ് ദി മെയിൻ സ്കെയിൽ ഓഫ് ദ വെർനിയർ റീഡ്സ് 1 മില്ലിമീറ്റർ. അപ്പൊ കിട്ടി 1 MSD is equal to 1 മില്ലിമീറ്റർ ആണ് ഓൾറെഡി കിട്ടി. And 10 division of the vernier scale is equal to the 9 division on the main scale. അപ്പൊ ആ റിലേഷനും കിട്ടി. When the two jobs of the instrument touches each other, 0 of the vernier lie to the right of the 0. Then the main scale and its fourth division coincide with the main scale. അതായത് പറഞ്ഞിട്ടുള്ളത് അതിന്റെ 0 എറർ ആണ്. വെറുതെ ഒന്നുമില്ലാതെ വെക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയൊരു റീഡിങ് കാണിക്കുന്നുണ്ട്. മെയിൻ സ്കെയിൽ ഇല്ല, പക്ഷേ എന്റെ വെർനിയർ സ്കെയിലിൽ ചെറിയൊരു റീഡിങ് കാണിക്കുന്നുണ്ട്. എത്രയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാ? അതിന്റെ സർക്കിളിൽ 4 ഡിവിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ് കാണിക്കുന്നുണ്ട്. എനിവേ, the next. When a spherical bob is tightly placed between the two jaws, 0 of the vernier scale lie between 4.1 and 4.2,
and the sixth vernier scale is and the sixth vernier scale division coincide with the main scale division. The diameter of the bob is. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബോബിന്റെ ഡയമീറ്റർ ആണ്. ഇനി നമുക്ക് റീഡിംഗ് ആണ് കാണാനുള്ളത്. ഓക്കെ, സോ റീഡിംഗ് കാണാനുള്ളതിലേക്ക് ഞാൻ പോകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈ ടോട്ടൽ റീഡിംഗ് ഇസ് ഈക്വൽ ടു MSR മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് VSR ഇൻറ്റു LC. അപ്പൊ ആദ്യം നമുക്ക് LC കണ്ടെത്തണം. ഈ ടൈപ്പ് എല്ലാ ചോദ്യങ്ങളും വന്നാലും നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം LC കണ്ടെത്തുക, എന്നിട്ട് അതിന് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. എനിവേ ലീസ്റ്റ് കൗണ്ട് കണ്ടെത്തണം. ലീസ്റ്റ് കൗണ്ട് എന്താ? ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD. ക്ലിയർ ആണല്ലോ? വിച്ച് ഈസ് ഈക്വൽ ടു ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇവിടെ എത്രയാണ്? ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എനിക്ക് തന്നിട്ടുണ്ട് 1 മെയിൻ സ്കെയിൽ വെർനിയർ കാലിപ്പർ റീഡ് 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു MSD എത്രയാണ്? 1 MSD ഇസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ. ഇനി ഒരു VSD അറിയണം. പക്ഷെ VSD എങ്ങനെയാണെന്ന് അറിയാം. ഇവിടെ റിലേഷൻ നോക്കുക. നിങ്ങൾ റിലേഷൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? And the 10 division of the vernier scale, അതായത് 10 VSD which is equal to എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 9 division on the main scale. 9 MSD എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 VSD എത്രയായിരിക്കും? 1 VSD is equal to 9/10 MSD ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയായിരിക്കും? ലീസ്റ്റ് കൗണ്ട് is equal to 1 minus 9/10 MSD which is equal to 10 minus 1 ഉണ്ടാകും. That's equal to 1/10 MSD എന്ന് കിട്ടും. which is equal to 1/10 into 1 millimeter which is equal to 0.1 millimeter ആണ് എനിക്ക് തന്നിരിക്കുന്ന ഡിവൈസിന്റെ ലീസ്റ്റ് കൗണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ ഈസി ആയിട്ട് ലീസ്റ്റ് കൗണ്ട് നിങ്ങൾ കണ്ടെത്തിയില്ലേ? കണക്ഷൻസ് കിട്ടിയാൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഭാഗം സെറ്റ് അല്ലേ? അപ്പൊ ലീസ്റ്റ് കൗണ്ട് is equal to 0.1 millimeter. ഇനി എന്ത് ചെയ്താൽ മതി? എന്റെ MSR ഉം VSR ഒക്കെ നോക്കിയിട്ട് സംഭവം ടോട്ടൽ റീഡിംഗ് ഒക്കെ കണ്ടാൽ മതി. സോ മൈ MSR is equal to മെയിൻ സ്കെയിൽ റീഡിംഗ് എത്രയാ തന്നത്? ഇവിടെ നോക്കുക, 4.1 സെന്റിമീറ്ററിന്റെയും 4.2 സെന്റിമീറ്ററിന്റെയും ഇടയിലാണ് നിൽക്കുന്നത് എന്നാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതാ കൗണ്ട് ചെയ്യേണ്ടത്? കവർ ചെയ്തതാ കൗണ്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി ആ കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നത്. സോ 4.1 സെന്റിമീറ്റർ ആണ് എന്റെ MSR, അതായത് മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇനി എന്താണ് എന്റെ VSR എത്രയാണ്? VSR is equal to VSR നോക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് when the sixth vernier division coincide with the main scale, അതായത് ആറാമത്തതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ VSR എന്തായിരിക്കും? VSR 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ റീഡിംഗ് എന്തായിരിക്കും? ടോട്ടൽ റീഡിംഗ് is equal to 4.1 സെന്റിമീറ്റർ പ്ലസ് VSR ഇൻറ്റു LC. LC എത്രയാണ്? LC 0.1 മില്ലിമീറ്റർ ആ. സോ 0.1 മില്ലിമീറ്റർ ദിസ് ഈസ് ഈക്വൽ ടു 4.1 സെന്റിമീറ്റർ പ്ലസ് 0.6 മില്ലിമീറ്റർ എന്നുണ്ടാകും. അതിനെ ഞാൻ വീണ്ടും സെന്റിമീറ്ററിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി 4.1 പ്ലസ് 0.06 സെന്റിമീറ്റർ എന്നുണ്ടാകും. റൈറ്റ്, 0.06 സെന്റിമീറ്റർ എന്നുണ്ടാകും. ദിസ് ഈസ് ഈക്വൽ ടു 4.16 സെന്റിമീറ്റർ. ഇതാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്ന ടോട്ടൽ റീഡിങ്. പക്ഷേ ഇത് പോരാ, 4.16 പോരാ. കാരണം എന്താണ്? ഇവിടെ ഓൾറെഡി അത് നിൽക്കുന്ന സമയത്ത് എത്ര എറർ ഉണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ വെർനിയർ ലൈസ് ഇൻ ബിറ്റ്വീൻ ദ ഫോർത്ത് ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് ദ മെയിൻ സ്കെയിൽ. അതായത് ഫോർത്ത് ഡിവിഷൻ ഓൾറെഡി അവിടെ ഉണ്ട്, അതിന്റെ 0 എറർ ആണ്. ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അവിടെ 4 റീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്ത് ഒഴിവാക്കണം. അപ്പൊ 4 ഡിവിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിംഗ് എത്രയായിരിക്കും? 4 ഡിവിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിംഗ് എത്രയായിരിക്കും? വിച്ച് വിൽ ബി ഈക്വൽ ടു MSR ഇൻറ്റു LC, VSR ഇൻറ്റു LC. അതായത് VSR is equal to 4 ഡിവിഷൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ മൈ VSR ഇൻറ്റു LC എത്ര വരും? 0.4 മില്ലിമീറ്റർ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 0.04 സെന്റിമീറ്റർ എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈ ടോട്ടൽ റീഡിംഗ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ റീഡിംഗ് ഇസ് ഈക്വൽ ടു എത്ര വരിക? ഇവിടെ എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളത് 4.16 സെന്റിമീറ്റർ ആണ്. സോ 4.16 സെന്റിമീറ്റർ minus 0.04 centimeter. This is equal to
4.12 സെന്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? 4.12 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടെ ഇൻറ്റു 10 to the power -2 എഴുതേണ്ടത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ദിസ് ഈസ് ഈക്വൽ ടു 412 into 10 to the power -2 സെന്റിമീറ്റർ എന്ന് എഴുതാം. സോ 412 ആണ് ഇതിന്റെ ആൻസർ കീ. ക്ലിയർ ആയിട്ടുണ്ടോ? 412. ഓക്കെ ആണോ? 416. യെസ്, 416 കിട്ടി. അതിന് എന്ത് ചെയ്യണം? 416 ഇതും കൂടെ മൈനസ് ചെയ്യണം. ഷാഹിന് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മളെ എറർ അവിടെ ഉണ്ട്, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദ ഫോർത്ത് ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് ദ മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഓക്കെ ആണല്ലോ? യെസ് മനു 412. അനന്തു അപ്പു 412. യെസ്, റിയലി ഗുഡ്. അപ്പൊ ഇനി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അതുപോലെ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. മക്കളെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ 100% ഷുവർ വെർനിയർ നിങ്ങളുടെ കൈകളിലായിരിക്കണം. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. പെട്ടെന്ന് ചെയ്തോ. വെർനിയർ കോൺസ്റ്റന്റ് ഓഫ് ദി വെർനിയർ കാലിപ്പർ ഈസ് 0.1 മില്ലിമീറ്റർ. അതായത് ലീസ്റ്റ് കൗണ്ട് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഹാസ് എ സീറോ എറർ ഓഫ് -0.05. വൈൽ മെഷറിംഗ് ദ ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ മെയിൻ സ്കെയിൽ റീഡിംഗ് ഈസ് 1.7 സെന്റിമീറ്റർ ആൻഡ് കോയിൻസൈഡ് വെർനിയർ ഡിവിഷൻ ഈസ് 5. ദ കറക്റ്റ് ഡയമീറ്റർ വിൽ ബി. കറക്റ്റ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എററും കൂടെ ഒഴിവാക്കണം എന്നർത്ഥം. എനിവേ എന്റെ ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു MSR പ്ലസ് VSR ഇൻറ്റു LC ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു MSR എത്രയാണ്? 1.7 സെന്റിമീറ്റർ ആണ്. 1.7 സെന്റിമീറ്റർ പ്ലസ് VSR എവിടെ കോയിൻസൈഡ് ചെയ്യുന്നത്? 5 ഡിവിഷനിലാണ്. സോ 5 ഇൻറ്റു 0.1 മില്ലിമീറ്റർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1.7 പ്ലസ് 0.5 മില്ലിമീറ്റർ എന്നുണ്ടാവും. ദാറ്റ്സ് ഈക്വൽ ടു 0.05 സെന്റിമീറ്റർ ആണ്, which is equal to 1.75 സെന്റിമീറ്റർ. 1.75 സെന്റിമീറ്റർ ആണ് ഇപ്പൊ ഓൾറെഡി ഉള്ളത്. ഇനി നോക്കാം ഇവിടെ എന്താ ഉള്ളത്? ഇറ്റ് ഹാസ് എ സീറോ എറർ 0.05. അത് ഓൾറെഡി എന്തുണ്ട്? അവിടെ എറർ ആയിട്ട് കുറവായിട്ടാണ് കാണാൻ. മൈനസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി കിട്ടുന്നത് ഇത്രയും കുറവായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ എന്റെ ടോട്ടൽ റീഡിംഗ് എന്തായിരിക്കും? അല്ലെങ്കിൽ എന്റെ ആക്ച്വൽ റീഡിംഗ് എന്തായിരിക്കും? അല്ലെങ്കിൽ കറക്റ്റ് റീഡിംഗ് വിൽ ബി ഈക്വൽ ടു 1.75 ഉണ്ട്. പ്ലസ് എന്ത് ചെയ്യണം? കാരണം ഇത് മൈനസ് ആണ്, അപ്പൊ ആഡ് ചെയ്ത് കൊടുക്കണം. സോ 0.05 വിച്ച് ഈസ് ഈക്വൽ ടു 1.8 എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? 1.8. സോ ഇൻറ്റു 10 to the power -2 1.8 സെന്റിമീറ്റർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 0.018 സെന്റിമീറ്റർ എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതായത് ഇവിടെ എന്തും കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾ നേരെ ആഡ് ചെയ്താൽ പോരാ, കാരണം 0 നെഗറ്റീവാ, മൈനസ് ആണ്. -0.05 എന്നാ പറഞ്ഞത്. സോ മൈനസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി ദാറ്റ് വിൽ ബി പ്ലസ്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ നേരെ ആഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെർനിയർ കാലിപ്പർ എന്നുള്ള അടുത്ത ചോദ്യം ഇതേപോലത്തെ ചോദ്യമാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇൻ എ വെർനിയർ കാലിപ്പർ ഈച്ച് സെന്റിമീറ്റർ ഓൺ ദ മെയിൻ സ്കെയിൽ ഈസ് ഡിവൈഡഡ് ഇൻടു 20 ഈക്വൽ പാർട്ട്. Then the 10th vernier scale division coincide with the 9th vernier scale division. Then the value of the vernier constant will be. പെട്ടെന്ന് ചെയ്തോ. വെർനിയർ കോൺസ്റ്റന്റ് എന്താ? ലീസ്റ്റ് കൗണ്ട് കാണാനാണ്. ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ എന്താ? ദാറ്റ്സ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD ആണ്. MSD എത്രയെന്ന് ഇവിടെ അറിയില്ല, പക്ഷെ എനിക്ക് എന്ത് അറിയാനായിട്ട് പറ്റും? MSD നമുക്ക് കാണാനായിട്ട് പറ്റും. വെർനിയർ കാലിപ്പർ ഈച്ച് സെന്റിമീറ്റർ ഈസ് ഡിവൈഡഡ് ഇൻടു 20 ഈക്വൽ പാർട്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈ 20 ഡിവിഷൻ ഇസ് ഈക്വൽ ടു 20 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ദെൻ my 1 MSD ഇസ് ഈക്വൽ ടു 1/20 സെന്റിമീറ്റർ ആണ്. റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അവർ തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 10th വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഈസ് 10 VSD is equal to എത്രയെന്നാ പറഞ്ഞിട്ടുള്ളത്? കോയിൻസൈഡ് വിത്ത് ദ 9 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 9 MSD ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 VSD വിൽ ബി ഈക്വൽ ടു 9/10 MSD ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD which is equal to 1 minus 9/10. 10 minus 9 that will be 1/10 MSD എന്ന് വരും, which is equal to 1/10 into MSD എത്ര കിട്ടിയത്? 1/20 സെന്റിമീറ്റർ.
സോ 1/20 സെന്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 200 centimeter, or you can also say that the least count of your device will be equal to എത്ര 1/2 0.5 ആക്കി എടുത്തു. സോ 0.5 ഡിവൈഡഡ് ബൈ 100 സെന്റിമീറ്റർ എന്ന് പറയാനായിട്ട് പറ്റും. or you can also say that this is equal to 0.005 സെന്റിമീറ്റർ. ക്ലിയർ ആയിട്ടുണ്ടോ? 0.005 സെന്റിമീറ്റർ. ഇതാണ് എന്റെ ലീസ്റ്റ് കൗണ്ട്. ഇവിടെ ഉള്ളത് ഏതിലേക്കാ? ഇൻറ്റു 10⁻²ന്റെ പവറിലേക്കാണ്, മാത്രമല്ല മില്ലിമീറ്ററിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ 0.005 സെന്റിമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 5 × 10⁻² സെന്റിമീറ്റർ എന്ന് എഴുതാനായിട്ട് പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു 5 × 10⁻² ഇൻറ്റു, ഇനി സെന്റിമീറ്ററിന് എനിക്ക് എന്ത് ചെയ്യണം? മില്ലിമീറ്ററിലേക്ക് ആക്കണം. വിച്ച് മീൻസ് ഇൻറ്റു ഒരു 10 ഇട്ട് കൊടുത്താൽ പോരെ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? സോ ഓൾറെഡി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? വേണമെങ്കിൽ -2 ഇട്ട് ഡിവൈഡഡ് ബൈ, ഇനി മീറ്റർ ആണ്, അതിനെന്ത് ചെയ്യണം? എനിക്ക് മില്ലിമീറ്ററിലേക്കാണെങ്കിൽ ഡിവൈഡ് ബൈ 1000 എന്ന് അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 5 × 10⁻² സെന്റിമീറ്റർ എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിച്ച് മീൻസ് ദിസ് വിൽ ബി ഈക്വൽ ടു, ഇതിനെന്ത് ചെയ്യണം? എനിക്ക് ഇനി ഏതിലേക്ക് ആക്കണം? സെന്റിമീറ്ററിനെ പിടിച്ചിട്ട് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ഇവിടെ ആൻസർ ഉള്ളത് മില്ലിമീറ്ററിലാണ്. സോ മില്ലിമീറ്ററിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ഇൻറ്റു 10 ചെയ്താൽ മതി. അത്രയും മില്ലിമീറ്റർ ആയിരിക്കും. റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 × 10⁻⁻1 മില്ലിമീറ്റർ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു -2ലേക്ക് ചെയ്താണെങ്കിൽ 0. which will be equal to 50, right? 10⁻⁻2 millimeter. Clear ആയിട്ടുണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണല്ലോ? സോ റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ഭാഗം സ്ക്രൂ ഗേജിൽ നിന്നുള്ള ഭാഗമാണ്. സോ സ്ക്രൂ ഗേജ് കറക്റ്റ് ഇതുപോലെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് സ്ക്രൂ ഗേജും. സോ സ്ക്രൂ ഗേജിലും ഇതേപോലെ ഡിവൈസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നതാണ്. പിന്നെ അതിൽ സർക്കുലാർ സ്കെയിൽ ഉണ്ടാകും, സർക്കുലാർ ഡിവിഷൻ ഉണ്ടാകും. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ആ സർക്കുലാർ സ്കെയിലിൽ എത്ര എണ്ണം ഉണ്ട് നോക്കാം. മേ ബി ഇങ്ങനെയാണ് ഇതിന്റെ കൺസെപ്റ്റ് വരിക. മേ ബി സർക്കുലാർ സ്കെയിലിൽ 100 ഡിവിഷൻ ആണ് ഉള്ളത് എങ്കിൽ എന്റെ ഒരു വട്ടം മൊത്തം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് എത്ര ആകും? 100 ഡിവിഷന് അതിലൂടെ പോകുന്നുണ്ടാകും. ദാറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു ഇവിടെ എത്ര മൂവ് ചെയ്തത് നോക്കാം. ക്ലിയർ ആയിട്ടുണ്ടോ? അത്രയും ഭാഗമായിരിക്കും എന്ത് മൂവ് ചെയ്തിട്ടുണ്ടാകുക. അതിൽ നിന്നാണ് എനിക്ക് എന്ത് ചെയ്യാനേ പറ്റുക? എന്റെ ഇവിടുത്തെ സർക്കുലാർ സ്കെയിലും മറ്റതും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താനായിട്ട് പറ്റാം. എനിവേ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടോട്ടൽ റീഡിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ നേരത്തെ പോലെ തന്നെ ടോട്ടൽ റീഡിംഗ് ഇസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് സർക്കുലാർ സ്കെയിൽ ഇൻറ്റു LC. ഇതാണല്ലോ ഇക്വേഷൻ, സർക്കുലാർ സ്കെയിൽ ഇൻറ്റു LC. ഇനി LC കാണാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചെയ്തത് 1 MSD ഡിവൈഡഡ് -1 VSD ആയിരുന്നു. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ ഇൻ ദ സർക്കുലാർ സ്കെയിൽ. ഈ പിച്ച് എങ്ങനെ കിട്ടും? പിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിവിഷൻ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര കറസ്പോണ്ടിങ് ആയിട്ട് മൂവ് ചെയ്യുന്നത് നോക്കാം. ഒരു ഡിവിഷന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് മൂവ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് പിച്ച് ക്ലിയർ ആകും. നമ്പർ ഓഫ് ഡിവിഷൻ ഇൻ ദ സർക്കുലാർ സ്കെയിൽ, അത് ക്വസ്റ്റ്യനിൽ മിക്കവാറും തരും. നമ്മൾ പഠിച്ചിട്ടുള്ളത് മേ ബി 5 ചിലപ്പോൾ 50 ഡിവിഷന് കറസ്പോണ്ടിങ് ആയിട്ട് 0.5 മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ 0.5 ആണ് പിച്ച്, 50 ആണ് എന്റെ സർക്കുലാർ ഡിവിഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് പിച്ച്. പിച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്ന് ഇവിടെ എത്ര മൂവ് ചെയ്യുന്നു, മൊത്തം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ ഇത് മൂവ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ പിച്ച്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. 2022 ചോദ്യമാണ്. പെട്ടെന്ന് ചെയ്തോ. ഇൻ ആൻ എക്സ്പെരിമെന്റ് ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ ഓഫ് ദി വയർ യൂസിംഗ് ദ സ്ക്രൂ ഗേജ്. ഫോളോയിങ് ഒബ്സർവേഷൻ വേർ നോട്ടഡ്. എന്തൊക്കെയാണ്? സ്ക്രൂ മൂവ്സ്
0.5 millimeter on one main scale division on complete rotation. അപ്പൊ എന്ത് മനസ്സിലായി? എന്റെ പിച്ച് എത്രയാണ്? 0.5 millimeter. ഇതാണ് പിച്ചിന്റെ ഡെഫിനിഷൻ. അതായത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആകുന്ന സമയത്ത് എത്രയാണോ മെയിൻ സ്കെയിലിൽ മൂവ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ പിച്ച്. സോ 0.05 ആണ് തന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ സർക്കുലർ സ്കെയിൽ ഡിവിഷൻ എത്ര? 50 ആണ്. മെയിൻ സ്കെയിൽ റീഡിംഗ് തന്നിട്ടുണ്ട് 2.5 millimeter. 45th dimension of the 45th division of the circular scale is in the pitch line. അതായത് 45th division ആണ് coincide ചെയ്യുന്നത്. Then the instrument has the 0.03 millimeter negative error ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ആഡ് ചെയ്യാണോ സബ്ട്രാക്ട് ചെയ്യാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നെഗറ്റീവ് എറർ ആണ്, സോ ആഡ് ചെയ്യണം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. എനിക്ക് കാണേണ്ടത് എന്താണ്? എനിക്ക് കാണേണ്ടത്, നേരെ കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്റെ ടോട്ടൽ കൗണ്ട് ആണ് കാണേണ്ടത്. എന്റെ ടോട്ടൽ റീഡിംഗ് ആണ് ഞാൻ കാണേണ്ടത്. സോ മൈ ടോട്ടൽ റീഡിംഗ് വിൽ ബി ഈക്വൽ ടു, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ഇതേ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, സോ മൈ ടോട്ടൽ റീഡിംഗ് വിൽ ബി ഈക്വൽ ടു എന്താ വരിക? ടോട്ടൽ റീഡിംഗ് ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് ഇവിടെ ഉള്ളത് എന്താണ്? സർക്കുലാർ സ്കെയിൽ ആണ്. സോ മൈ സർക്കുലാർ സ്കെയിൽ ഇൻറ്റു എൽ സി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യം എൽ സി കണ്ടെത്തണം. എൽ സി കാണുന്നുണ്ടെങ്കിൽ എൽ സി ഇസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദി ഡിവിഷൻ ഇൻ സർക്കുലാർ സ്കെയിൽ. ഇതാണല്ലോ ഇക്വേഷൻ, ഇതാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ പിച്ച് എത്രയാണ്? പിച്ച് തന്നിട്ടുണ്ട് 0.05 millimeter. ഡിവൈഡഡ് ബൈ സർക്കുലാർ സ്കെയിൽ എത്ര ഉള്ളത്? 50 എണ്ണാണുള്ളത്. സോ 50 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് എത്രയാണ് കിട്ടുക? പെട്ടെന്ന് ചെയ്ത് നോക്കിക്കേ. രണ്ട് ഭാഗത്തും ഞാൻ ഡിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0.5 ഉണ്ട് എനിക്ക്. 0.5 ഡിവൈഡഡ് ബൈ നമുക്ക് ചെയ്യേണ്ടത് 50 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 0.01 എന്ന് കിട്ടും. 0.01 millimeter എന്ന് കിട്ടും. ഇതാണ് എന്ത്? എന്റെ ലീസ്റ്റ് കൗണ്ട്. ചിലപ്പോൾ ഈ ലീസ്റ്റ് കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാകും. അത് എപ്പോൾ മാത്രമാണ്? 0.5 millimeter 50 ഡിവിഷനെ കൊണ്ട് മാറുകയാണെന്നുണ്ടെങ്കിലാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ലീസ്റ്റ് കൗണ്ട് കിട്ടി. ലീസ്റ്റ് കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈസിയാണ്. കാരണം എന്റെ റീഡിങ് കാണണമെന്നുണ്ടെങ്കിൽ മൈ ടോട്ടൽ റീഡിംഗ് വിൽ ബി ഈക്വൽ ടു മെയിൻ സ്കെയിൽ. മെയിൻ സ്കെയിൽ എത്രയാണ് തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ എത്രയാണ്? 2.5 millimeter ആണ്. സോ 2.5 millimeter പ്ലസ് 45th ഡിവിഷൻ ആ. സോ 45 ഇൻറ്റു 0.01 millimeter എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 25 millimeter പ്ലസ് 0.45 millimeter എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു സർക്കുലാർ ഡിവിഷൻ ഇൻറ്റു എൽ സി. ക്ലിയർ ആണല്ലോ സംഭവങ്ങൾ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 2. എത്ര കിട്ടുക? 95 എന്ന് കിട്ടും. 2.5 millimeter ഉണ്ട്, 0.45 ഉണ്ട്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2.95 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടാവും. 2.95. ഇനി നോക്കുക, ഇനി ഇവിടെ എന്താ ഉള്ളത്? വി വിൽ ബി ഹാവിങ് എ 0.03 നെഗറ്റീവ് എറർ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദിസ് ഈസ് ഈക്വൽ ടു മൈ കറക്റ്റ് റീഡിംഗ് വിൽ ബി ഈക്വൽ ടു 2.95 പ്ലസ് 0.03 വരും. ദാറ്റ്സ് ഈക്വൽ ടു 2.98 എന്ന് വരും. ഓപ്ഷൻ ഏതാ കിട്ടുക? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്, ഷാഹിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. സ്ക്രൂ ഗേജിൽ നിന്നുള്ള സെയിം ടൈപ്പ് ചോദ്യമാണ്. എനിവേ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. സ്ക്രൂ ഗേജ് ഓഫ് ദി പിച്ച് ഓൾറെഡി തന്നിട്ടുണ്ട്. 0.5 millimeter ഈസ് used to measure the diameter of a uniform wire of length 6.8 centimeter. Main scale reading is 1.5 millimeter and circular scale reading is 7. Then the calculate the curved surface area of the wire to the appropriate significant figure. അതായത് ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ ആണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. അതായത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഇവിടെ ഒരു ഡയമീറ്റർ ഉണ്ട്. അതായത് ഒരു എന്താ ഉള്ളത്? ഡയമീറ്റർ ഓഫ് എ യൂണിഫോം വയർ ഉണ്ട്.
വിച്ച് മീൻസ് ഇങ്ങനെ ഒരു വയർ ഉണ്ട്, അതിന് ലെങ്ത് 6.8 ആണ്. നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ കർവേച്ചർ, ഈ ഭാഗങ്ങളിലുള്ള സർഫസ് ഏരിയ മൊത്തം എത്ര ആയിരിക്കും എന്നുള്ളതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിന് ഡയമീറ്റർ അറിയണം. ഡയമീറ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? ലെങ്ത് എന്ന് പറഞ്ഞത് ഇതിന്റെ ലെങ്ത് ഇത് 6.8 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയായിരിക്കും? ഇതിന്റെ ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതിന്റെ സർക്കംഫറൻസ് ആയിരിക്കൂലേ, ഇതായിരിക്കുമല്ലോ നീട്ടിക്കഴിഞ്ഞാൽ. അത് എത്രയായിരിക്കും? ദാറ്റ്സ് ഈക്വൽ ടു 2πr അല്ലേ. അത് നമുക്ക് കിട്ടിക്കൂടെ? ഇതിൽ നിന്ന് കിട്ടിക്കൂടെ? കാരണം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഹിയർ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഡയമീറ്റർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത് വെച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മൈ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു 2πr ഇൻറ്റു L വരും. ഇതാണ് ഇക്വേഷൻ. ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം R കാണാൻ നോക്കാം. R കാണണമെന്നുണ്ടെങ്കിൽ R is equal to എന്താണ്? R is equal to D divided by 2 ആണ്. അപ്പൊ ആദ്യം എനിക്ക് D കണ്ടു നോക്കാം. D is equal to എങ്ങനെ കണ്ടെത്തും? ടോട്ടൽ റീഡിംഗ് വിൽ ബി ഈക്വൽ ടു MSR പ്ലസ് സർക്കുലാർ സ്കെയിൽ ഇൻറ്റു LC. MSR എത്രയാണ്? MSR is equal to the main scale reading is 1.5 millimeter. So 1.5 millimeter plus VSR വെർനിയർ സ്കെയിൽ എവിടെയാണ്? സർക്കുലാർ സ്കെയിൽ റീഡിംഗ് ഈസ് 7. സോ 7 ഇൻറ്റു എനിക്ക് LC കിട്ടണം, ലീസ്റ്റ് കൗണ്ട് കിട്ടണം. ലീസ്റ്റ് കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സ്ക്രൂ ഗേജ് പിച്ച് 0.5 millimeter is used to measure the diameter of the uniform wire of the length 6.8. Main scale reading is 1.5 and circular scale is 7 and the calculate the curved surface area of the wire. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രൂ ഗേജിന്റെ പിച്ച് തന്നിട്ടുണ്ട്, ദാറ്റ്സ് ഈക്വൽ ടു 0.5 millimeter. അങ്ങനെയാണെങ്കിൽ മൊത്തം 50 എടുക്കുകയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ എത്ര വരും? 0.01 ആയിരിക്കും എന്റെ ലീസ്റ്റ് കൗണ്ട്. 0.01 വിച്ച് ഈസ് ഈക്വൽ ടു 1.5 പ്ലസ് 0.07 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1.57. ഇതാണെന്ത്? ഇത്രയും മില്ലിമീറ്റർ ആണ് എന്ത് എന്റെ ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? 1.57. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡയമീറ്റർ എത്ര ഉണ്ടാകും? ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 1.57 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ റേഡിയസ് 0.85 മില്ലിമീറ്റർ എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? മില്ലിമീറ്ററിലാണല്ലോ ഉള്ളത്. റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഡിയസ് കിട്ടി. ഇനി ഏരിയ എന്തായിരിക്കും? മൈ A is equal to 2 ഇൻറ്റു പൈക്ക് പകരം 3.14 ഇൻറ്റു R എത്രയാണ്? 0.85 മില്ലിമീറ്റർ ആണ് ഇൻറ്റു L എത്രയാണ്? 6.8 സെന്റിമീറ്റർ ആണ്. സോ 6.8 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മൊത്തം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 3.14 2 ഉണ്ട്, പിന്നെ എന്തുണ്ട്? എനിക്ക് എൻ്റെ 6.8 ഉണ്ട്, നിയർലി 0.33 സംതിങ് 34 സംതിങ്. അതായത് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ അതിൻ്റെ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. ഒന്ന് 6.8 ആണ്, 3.4, 3.9, 2.4. അപ്പോൾ ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. നേരെ നമുക്ക് പിന്നെ എന്തും കൂടെ കിട്ടും. നേരെ നമുക്ക് 3.4ന്റെ നിയർ ബൈ ആയിട്ട് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നില്ല. കുറെ അധികം ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളതൊക്കെ DPPയിൽ ഓൾറെഡി ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് എററിന്റെ ഭാഗം കൂടെ ഉണ്ട്. അത് നമുക്ക് റെക്കോർഡഡ് സെഷന്റെ ഭാഗമായിട്ട് കാണാനായിട്ട് പറ്റും. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഒന്ന് ഡയമെൻഷൻ എങ്ങനെ കാണാം എന്നുള്ളത്. രണ്ടാമതായിട്ട് വെർനിയർ സ്കെയിലും സ്ക്രൂ ഗേജും അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. കാരണം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. പക്ഷെ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. കാരണം അത് എക്സാക്ട്ലി എങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ലീസ്റ്റ് കൗണ്ട് കാണാം. ആദ്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസിലും മിക്ക ക്വസ്റ്റ്യൻസിലും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരെ ലീസ്റ്റ് കൗണ്ട് കാണാനാണ്. സോ ലീസ്റ്റ് കൗണ്ട് കണ്ടതിന് ശേഷം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? മെയിൻ സ്കെയിൽ പ്ലസ് വെർനിയർ സ്കെയിൽ ഇൻറ്റു LC. ഇപ്പൊ വെർനിയർ ആണെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ സർക്കുലാർ സ്കെയിൽ ഇൻറ്റു LC. അപ്പൊ ആ രൂപത്തിൽ ചെയ്താൽ മതി. എനിവേ
നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ജീനിയസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടില്ല എങ്കിൽ ജോയിൻ ചെയ്യണം. ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ബാക്കി സെഷൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടീച്ചേഴ്സ് വരുന്നതാണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നമുക്ക് അടിപൊളിയായിട്ട് പോകണം. 99% നമ്മൾ ലക്ഷ്യം. എനിവേ നമുക്ക് അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്. Okay.